നമ്മുടെ ലാലേട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഇൻസ്റ്റാ പേജിൽ കോസ്റ്റ്യൂം ക്രോണിക്കിൾസ് വിത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. ബിഗ് ബോസിൻ്റെ എപ്പിസോഡ്സ് കാണുന്നതിനെക്കാട്ടി രസമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇപ്രാവശ്യത്തെ എഡിറ്റിംഗ് ടീം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു. ബിഗ് ബോസിലെ കാര്യങ്ങളും പിന്നെ അത് മാത്രമല്ല, ബിഗ് ബോസിൽ ജീവനില്ലാത്ത വസ്തുക്കളെ വരെ അവർ നമ്മുടെ മുന്നിൽ ജീവൻ ഉള്ളതാക്കി തീർത്തു, പ്രത്യേകിച്ച് പ്ലാച്ചി അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഡ്രസ്സുകൾക്കും ഒരു ജീവൻ കൊടുത്തു ഈ ഒരു വീഡിയോയിലൂടെ. കോസ്റ്റ്യൂം ക്രോണിക്കിൾസ് വിത്ത് ലാലേട്ടനും ഉണ്ട്, അഞ്ജനയുണ്ട്, പിന്നെ ലാലേട്ടൻ്റെ ഡിസൈനർ ആണെന്ന് തോന്നുന്നു. അവരെല്ലാവരും കൂടി ഇരുന്നിട്ടാണ്, എനിക്ക് പേരറിയില്ല, ഫസ്റ്റ് വീക്കെൻഡിന് ഒരു ഫ്ലോറൽ തീം കൊടുത്താലോ എന്ന് പറയാം. ബിക്കോസ് വീടെന്ന് പറഞ്ഞ ഒരു ഫ്ലോറൽ വീടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്ലോറൽ തീമിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു വൈറ്റ് സാറ്റേണുള്ള ഫ്ലോറൽ തീമിലാണ് ആദ്യത്തെ ലാലേട്ടൻ ഡ്രസ്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എവിക്ഷൻ ഫയർ ആകണം എന്ന് പറഞ്ഞൊരു ഡ്രാഗൻ്റെ ഡ്രസ്സ് ലാലേട്ടൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ചെറിയ ഫയറൊക്കെ ആവണ്ടേന്ന് പറഞ്ഞ്. പിന്നെ ലാലേട്ടൻ്റെ ജാപ്പനീസ് കൾച്ചർ, അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ക്യൂസീൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്നാൽ ഹൊക്കുസായി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇറ്റ്സ് നോട്ട് മൈൻ എന്ന് പറഞ്ഞ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളൊരു ഡ്രസ്സ് ലാലേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓണത്തിന് പൂപ്പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ലാലേട്ടൻ ഒരു പൂവിൻ്റെ, അതായത് പൂക്കൾ അണങ്ങിയിട്ടുള്ള ഒരു മനോഹരമായ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. വീട്ടിനകത്തേക്ക് ലാലേട്ടൻ കയറിയ ദിവസം ഒരു ബ്രൈറ്റ് നീല കളറിലുള്ള ഒരു മ്യൂറൽ പെയിൻറ്റിങ് അടങ്ങിയ ഒരു ഡ്രസ്സാണ് ലാലേട്ടൻ ഓണത്തിന് ഇട്ടിരുന്നത്. അത് ഓണമൊക്കെ കഴിഞ്ഞ ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് കുറച്ച് ഡാർക്കൊക്കെ ആവും. സോ ഡാർക്ക് കളറിൽ കുറച്ച് കളറായിട്ട് കൊടുത്ത ഡ്രസ്സാണ് ലാലേട്ടൻ ഇട്ടിരുന്നത്. 50 days ആകുമ്പോൾ ബിഗ് ബോസ് ഹൗസ് ഒരു ഫർണൈസ് പോലെ ആവും എന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. സോ നല്ല ചിൽ മോഡായിട്ടുള്ള ഒരു മെഡിറ്ററേനിയൻ കൂൾ വൈബുള്ള ഡ്രസ്സാണ് ലാലേട്ടൻ അന്ന് ഇട്ടിരുന്നത്. പിന്നെ നവരാത്രി വന്നു, അതിൻ്റെ ഡ്രസ്സ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇട്ടിരുന്നത്. പിന്നെ ഈ ആഴ്ച ദീപാവലി വരുന്നു. ഇനി അടുത്ത് വരാൻ പോകുന്നത് ഗ്രാൻഡ് ഫിനാലെയാണ്. അതിൻ്റെ ഡ്രസ്സൊക്കെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഡ്രസ്സൊക്കെ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് പൊളിക്കും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം നല്ലൊരു വീഡിയോ ആയിരുന്നു, എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കണേ ഏഷ്യാനെറ്റിൻ്റെ ആ ഷോർട്സ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു അനുഭവമായിരിക്കും ലാലേട്ടൻ്റെ ഡ്രസ്സിൻ്റെ പിറകിലുള്ള വിശേഷങ്ങൾ എന്താണെന്ന് അറിയാൻ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.